എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റാഗി സ്മൂത്തിയാണ് തയ്യാറാക്കുന്നത്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ സ്മൂത്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ റാഗി പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വളരെ കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റാഗി നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് തീയെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം വയ്ക്കുക. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റാഗി നന്നായിട്ട് വെന്ത് കിട്ടില്ല. ഇപ്പോൾ നമ്മുടെ റാഗി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിന് നന്നായിട്ടൊന്ന് തണുത്ത് വന്നോട്ടെ. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിൽ മീഡിയം സൈസിലുള്ള ഒരു ക്യാരറ്റ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ വളരെ ചെറിയൊരു ബീട്രൂട്ടും കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റും അതുപോലെ ബീട്രൂട്ടൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതും കൂടി ഇനി നന്നായിട്ടൊന്ന് തണുത്ത് വന്നോട്ടെ. ഇനി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റും അതുപോലെ ബീട്രൂട്ടും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഈന്തപ്പഴം അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ എണ്ണം ഞാൻ കറക്റ്റ് പറയുന്നില്ല. ഇത് നമ്മുടെ മധുരത്തിനനുസരിച്ച് എടുത്താൽ മതി. ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ ശർക്കരയോ അല്ലെങ്കിൽ പഞ്ചസാരയോ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട് ഒന്ന് നെയ്യിൽ വറുത്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക. ഇത് നിർബന്ധമില്ല, നമുക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് മാത്രമായിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഈ സമയം നമ്മൾ റാഗി അതുപോലെ പാലൊന്നും ചേർക്കുന്നില്ല. ഇത് മാത്രമായിട്ട് ഒന്ന് അരച്ചെടുക്കാം, അല്ലെങ്കിൽ ഇത് നന്നായിട്ട് അരഞ്ഞ് കിട്ടില്ല. ഇപ്പം ഞാൻ ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കുറുക്കി വെച്ചിട്ടുള്ള റാഗി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് പാല് ചേർക്കുക, അതിനുശേഷം ബാക്കിയുള്ള പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഞാനിപ്പം ഇതിലേക്ക് 1 കപ്പ് പാലാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ റാഗിയിൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ കാൽസ്യം പോലെ അയണൊക്കെ ധാരാളം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്മൂത്തിയാണ്. പിന്നെ നമ്മളിത് അടിച്ചെടുക്കുന്ന സമയത്ത് തണുത്ത പാല് തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക, അതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ട് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.